ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ 10-20 വയസ്സിൽ ഒരു തെറ്റ് ചെയ്തു. നിങ്ങൾ കോടതിയുടെ മുന്നിൽ എത്തിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതിനു മുന്നേ എല്ലായിടത്തും നിങ്ങളുടെ മുഖമാണ്. നിങ്ങളുടെ വീട്ടുകാരെ എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് എല്ലാവരും ഇത് കണ്ടു. നിങ്ങൾ കുറേ വർഷം കഴിഞ്ഞ് ഇതിനെല്ലാം പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞാലും, നിങ്ങൾ ആ കുറ്റത്തിന് ഉള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാലും, നിങ്ങളുടെ പേര് ആരെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു വീഡിയോ ക്ലിപ്പ് ആയിരിക്കും. Is this justice? Or is it public humiliation disguised as journalism? ഒരുപാട് നാളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സൈക്കാട്രിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്കറിയാം, നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിന് കോൺസിക്വൻസസ് ഉണ്ടാവും. ഒരാൾ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ സൊസൈറ്റിയെ നമ്മൾ ആ ഒരു ക്രിമിനലിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. ആ വിക്ടിമിന് ജസ്റ്റിസും കിട്ടേണ്ടതാണ്. പക്ഷേ ഈ ഒരു ജസ്റ്റിസിനും പബ്ലിക് ഹ്യൂമിലിയേഷനും ഇടയ്ക്ക് ഒരു ഫൈൻ ലൈൻ ഉണ്ടല്ലേ. ന്യൂസ് വേഴ്സസ് എൻ്റർടൈൻമെൻറ്റ്. ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രശ്നം നടന്നു എന്നുള്ളത് ആളുകളെ അറിയിക്കുക, ഒരു പബ്ലിക് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റർടൈൻമെൻറ്റിലാണ് അത് ഒരു സെൻസേഷണൽ ന്യൂസായിട്ട് മാറുന്നത്. ഇപ്പോൾ എല്ലാം സെൻസേഷണൽ ന്യൂസാണ്. അവർക്ക് അവരുടെ TRP കൂട്ടണം. ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടാൽ തമാശയായിട്ടാണ് തോന്നുന്നത്. അതിനൊരു വൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ ആൾ ഇങ്ങനെയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടു. ഒരു പയ്യൻ കോളേജിൽ നിന്ന് കട്ടിൽ മോഷ്ടിച്ച് പോർട്ടർ വഴി വെക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ടിംഗ് കാണണം. മൂട്ടയ്ക്ക് ഉള്ള സ്പ്രേ അടിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇതിവിടെ നിന്ന് കൊണ്ടുപോയത്. ഇസ് ഇറ്റ് വർത്ത് ഈവൻ റിപ്പോർട്ടിംഗ്? ഞാൻ ഒരു 12th പഠിക്കുന്ന സമയത്ത് ഞാൻ സെൻറ്റ് തെരേസാസിലാണ് പഠിച്ചത്. അപ്പോൾ അതിനടുത്ത് ലോ കോളേജ് ഉണ്ട്. അവിടെ ഗേറ്റിൻ്റെ താഴെയുള്ള കമ്പികൾ ചിലപ്പോൾ മിസ്സിങ് ആയിരിക്കുമേ. അപ്പോൾ കേട്ടിട്ടുള്ളത് അവിടെ ചില ആളുകൾ ഇത് മോഷ്ടിച്ച് വിൽക്കുന്നതാണ്. ആരാ ചെയ്യുന്നതെന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല അല്ലേ. ഇതേപോലെ പല കോളേജസിലും പല ആളുകളും ചെയ്യാറുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോലും ഇതേപോലെ അവരുടെ ഫ്രണ്ട്സ് ചെയ്തത് കണ്ടിട്ടുണ്ടാവാം. ഓക്കെ, ആ കാര്യമാണ് ഇത്ര ഡീറ്റെയിൽഡായിട്ട് ഒരു ബോംബ് വെച്ചത് പോലെ ഇരുന്ന് പറയുന്നത്. ഇത് മുഴുവൻ കൊടുക്കുന്നു. ആ ആളുടെ മുഖം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആൾ ശ്രമിക്കുന്നുണ്ട്, ആളുടെ പേരും ഡീറ്റെയിൽസും, എന്നിട്ട് തമാശയായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ന്യൂസും ഒരു സെൻസേഷണൽ ന്യൂസ് ആവേണ്ട ആവശ്യമുണ്ടോ? യങ്സ്റ്റേഴ്സിന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോകാം. ഞാൻ പറയുന്നത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന വലിയ വലിയ കുറ്റങ്ങളെക്കുറിച്ചല്ല കേട്ടോ, ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചില കാരണങ്ങൾ. അതുകൊണ്ടാണല്ലോ നമുക്ക് പെറ്റി കേസും ഗ്രേവ് കേസസും ഉള്ളത്. ഇന്നസെൻറ്റ് അൺടിൽ പ്രൂവൻ ഗിൽറ്റി, അതാണ് നമ്മുടെ നിയമത്തിൻ്റെ ഒരു ടാഗ് ലൈൻ എന്ന് തന്നെ പറയുന്നത് അല്ലേ. എല്ലാവരും നിരപരാധിയായിട്ട് കണക്കാക്കുക, എന്നിട്ട് ആൾ കുറ്റവാളി എന്ന് വിധിക്കപ്പെടും വരെ ശിക്ഷിക്കാതിരിക്കുക. കാര്യം ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കുക. അങ്ങനൊരു നിയമം വരാൻ കാരണം എന്തായിരിക്കും? ഒരുപാട് തവണ നിരപരാധികൾ കുറ്റവാളികളായി പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, മിസ്ഇൻ്റർപ്രിറ്റ് ചെയ്യപ്പെട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ കാണാറില്ലേ, ഒത്തിരി വർഷം ജയിലിൽ ഒരു കുറ്റാരോപണത്തിൻ്റെ പേരിൽ കിടന്നു പോയിട്ട് ഇത്രയും വർഷം കഴിഞ്ഞ് അവരിറങ്ങി വന്നത്. അത് കാണുമ്പോൾ നമുക്ക് അവരോട് സഹതാപം തോന്നും അല്ലേ. അപ്പോൾ ഈ വീഡിയോസ് ഇടുന്ന ആളുകൾ എത്ര പേരായിരിക്കും തെറ്റായിട്ട് ആ ഒരു ന്യൂസ് വന്നിട്ടുണ്ടാവുക? നമുക്കറിയില്ല അല്ലേ. അത് കുഞ്ഞു കുഞ്ഞു കേസസ് ആയിരിക്കും മിക്കവാറും ഇങ്ങനെ വലിയ രീതിയിൽ വൈറലാകുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു, ഒരു കുട്ടി, ഒരു ഓട്ടോ ചേട്ടൻ മദ്യത്തിൻ്റെ ലഹരിയിലാണ് സംസാരിച്ചത് എന്ന രീതിയിൽ ഒരു വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ ആൾക്കാരും ഓട്ടം കിട്ടാതെ ആയി. അത് പക്ഷേ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ വന്നിട്ടാണ് ആ ചേട്ടന് ഒരു സമാധാനം കിട്ടിയതെന്ന് തോന്നുന്നു. ഇതേപോലെ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുമ്പോൾ, പെട്ടെന്ന് വീഡിയോസ് ഇടുമ്പോൾ, അത് വൈറലാകുമ്പോൾ ചിലപ്പോൾ കുറ്റവാളികളായിരിക്കില്ല ശിക്ഷിക്കപ്പെടുന്നത്, നിരപരാധികളായിരിക്കാം. ചിലപ്പോൾ ചെറിയൊരു കുറ്റമായിരിക്കാം അത്. ആൻഡ് ആ കുറ്റം കഴിഞ്ഞ് അവർ ബെറ്റർ ആവാൻ അല്ലേ, അവർക്ക് ഒന്ന് റിപ്പയറിന് വേണ്ടിയിട്ട് ആ ഒരു കുഞ്ഞു കുറ്റത്തിന് അവർ ചിലപ്പോൾ മനസ്തപിക്കുന്നുണ്ടാവാം, അവർ ഇമ്പൾസീവായിട്ട് ചെയ്തു പോയതാവാം. അവർക്ക് ആ കുറ്റത്തിന് ശിക്ഷ കിട്ടി, അല്ലെങ്കിൽ അതിൽ നിന്നും ബെറ്റർ ആകാൻ ഒരവസരം നമ്മൾ കൊടുക്കണ്ടേ? അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവരിനിയും ഇതേപോലെ കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കില്ലേ? കാര്യം അവർക്ക് എവിടെയെങ്കിലും പോയാൽ ജോലി കിട്ടില്ല, അവരുടെ വീട്ടിൽ ആരും അവരെ അംഗീകരിക്കില്ല, അവരുടെ അയൽപക്കത്തുള്ള ആളുകൾ, അവരുടെ കുടുംബക്കാരെ പോലും തെറ്റായി കാണും. ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് എന്തായിരിക്കും ഒരു വഴിയുണ്ടാവുക? വീണ്ടും ഇതിനേക്കാൾ വലിയൊരു കുറ്റവാളിയാകുക എന്നുള്ളൊരു ചോയ്സ് അവരെടുത്താൽ നമ്മളായിരിക്കില്ലേ അവരെ ആ ഒരു വഴിയിലോട്ട് തള്ളിവിട്ടത്? ഇല്ലായിരുന്നെങ്കിൽ അവർ കുറച്ചുകൂടെ ബെറ്റർ ആവാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നിരിക്കില്ലേ? പബ്ലിക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒപ്പീനിയൻ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് അല്ലേ. ഇനി ഈ ഒരാൾ കുറ്റം ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞ്
ആൾക്ക് ഒന്ന് നന്നാവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10-20 വയസ്സിൽ ചെയ്ത ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കിൻ്റെ പേരിൽ, ഞാൻ വലിയ മിസ്റ്റേക്സ് അല്ല പറയുന്നത് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, ആ ഒരു മിസ്റ്റേക്കിൻ്റെ പേരിൽ അവർക്ക് ജോലി കിട്ടരുത്, ഫ്യൂച്ചറിൽ അവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവരുത്, അവർ രക്ഷപ്പെടാനേ പാടില്ല എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് തെറ്റായിട്ട് കാണുന്നത് എന്നുള്ളതും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതല്ലേ. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഓവർ സ്പീഡിങ് അതൊരു തെറ്റാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു AI ക്യാംസ് വെച്ചിട്ട് നമ്മളുടെ എല്ലാം ഫോട്ടോസ് ഓവർ സ്പീഡ് ചെയ്യുന്ന സമയത്തുള്ളതെല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, ആൾക്കാരെല്ലാം നമ്മളെ പബ്ലിക്കലി ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരായോ? അപ്പോൾ നമുക്ക് പിന്നെ വണ്ടി ഓടിക്കാൻ അവകാശമില്ല എന്ന രീതിയിലാണ് നമ്മളെ അവർ വിടുന്നതെങ്കിലോ? സോ യു ആർ നോട്ട് ഗിവൺ എ ചാൻസ് അല്ലേ. അപ്പോൾ അത് പെറ്റി കേസാണ് അല്ലേ, ഒന്ന് ഓവർ സ്പീഡിങ് ചെയ്യുന്നത്. ആൻഡ് എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് അത് കുറ്റമല്ലാതാവുന്നുണ്ടോ? ഇല്ല. ആൻഡ് നിങ്ങളെ മാത്രം പിടിച്ചതുകൊണ്ട് നിങ്ങൾ മാത്രമാണ് കുറ്റം ചെയ്യുന്നതുകൊണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു ജഡ്ജ്മെൻറ്റ്സ് നമ്മൾ ആൾക്കാരുടെ മേലെ കൊടുക്കുന്നതിന് മുന്നേ, നമ്മൾ അവരെ പബ്ലിക്കലി ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഒരു റെസ്പോൺസ് ആഗ്രഹിച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ എന്ത് സാഹചര്യം കൊണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവുക? ആൾക്കാരെ പബ്ലിക്കലി ഷെയിം ചെയ്തതുകൊണ്ട് ആൾക്കാർ നന്നാകും എന്ന് വിചാരിക്കുന്നത് പഴയ ഒരു ഫോർമുലയാണ്. നമ്മൾ കുട്ടിക്കാലത്ത് മിസ്റ്റേക്കൊക്കെ ചെയ്യുമ്പോഴേ വീട്ടുകാർ നമ്മളെ തല്ലുന്നു, നാട്ടുകാരുടെ മുന്നിൽ കളിയാക്കുന്നു, എന്നിട്ട് ദേ ആർ എക്സ്പെക്ടിങ് അസ് ടു ഗെറ്റ് ബെറ്റർ. ആ ഒരു കാര്യം ശരിയല്ല എന്ന് ഇപ്പോൾ മുതിർന്ന് നിൽക്കുന്ന ആളുകൾ പറയുമല്ലേ. അതുകൊണ്ടാണ് ഇപ്പോൾ ജെൻറൽ പേരൻറ്റിങ് ഉള്ളത്. നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുന്നു, റിപ്പയർ ചെയ്യാൻ അവസരം കൊടുക്കുന്നു, അവർ നന്നാവുന്നു. അല്ലാതെ തല്ലിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നല്ലൊരാളാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളിങ്ങനെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഒറ്റപ്പെടൽ തോന്നാം, ഡിപ്രഷൻ തോന്നാം, അതൊക്കെ ഒരു ഭാഗമാണ്. പക്ഷേ അവർ ഇതിൻ്റെ ഒരു വേഴ്സ് ഔട്ട്കമാണ് കാണിക്കുന്നതെങ്കിലും. വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ സ്പോയിലറാണേ, ആ സിനിമയിൽ അച്ഛനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ മകനെ കൊച്ചിലെ തല്ലുന്നുണ്ട്. കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ സ്കേർട്ട് പൊക്കിയെന്നോ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂവിന് അച്ഛൻ പോലീസാണ്. അപ്പോൾ അച്ഛൻ വന്നിട്ട് സ്കൂളിൽ എല്ലാവരുടെയും മുന്നിലിട്ട് അവനെ തല്ലി നാണം കെടുത്തുന്നുണ്ട്. വളരെ ക്രൂരമായ ഒരു ശിക്ഷാവിധിയാണ് പുള്ളി ചെയ്യാറുള്ളത്. ഇവൻ വളർന്നു വന്നിട്ട് സ്ത്രീകളോടെല്ലാം കടുത്ത പകയായിട്ട് നിന്ന് അവരെ കൊല്ലുന്ന ഒരാളായിട്ടാണ് മാറുന്നത്. അങ്ങനെയാണ് സിനിമയുടെ കഥ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇങ്ങനെ പബ്ലിക്കലി ഷെയിം ചെയ്യുന്ന ആളുകൾ നാളെ ഇതിനേക്കാൾ വലിയൊരു വിപത്തായി മാറുന്നത്. കാര്യം അവർക്ക് ചിലപ്പോൾ വേറൊരിടത്ത് ജോലി കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പ് പറ്റുന്നുണ്ടാവുന്നില്ല, അവർക്ക് ജീവിക്കണ്ടേ. അപ്പോൾ അവരെന്താ ചെയ്യുക? ചിലപ്പോൾ അവരുടെ കേസ് ഒരു 10-15 ദിവസത്തിൽ ജയിലിൽ കിടന്നാലോ അല്ലെങ്കിൽ ഒരു ഫൈൻ അടച്ചാലോ തീർന്നിട്ടുണ്ടാവാം. പക്ഷേ ഈ നാണക്കേട് കാരണം അവർക്ക് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ വേറെ എന്തെങ്കിലും മാർഗത്തിലേക്ക് പോയാലോ? അതിൻ്റെ ഭവിഷ്യത്ത് ആരനുഭവിക്കുക? പബ്ലിക് തന്നെയാണ്. അപ്പോൾ പബ്ലിക്കലി നമ്മൾ ഒരാളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്തു, നിങ്ങളിത് ശരിയാക്കണം. ഷെയ്മിങ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരാളെ നമ്മൾ ഷെയിം ചെയ്യാണ്. നീ കൊള്ളത്തില്ല, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ നന്നാവില്ല, നീ എന്തോ ഇങ്ങനെ എന്ന് ചോദിക്കുന്നതാണ്. ഇത് രണ്ടും രണ്ടാണ്. ആൻഡ് നമ്മൾ ഇങ്ങനത്തെ ന്യൂസ് കാണുമ്പോൾ അതിൻ്റെ പിന്നിലൊരു മനുഷ്യനാണെന്നും അതിൻ്റെ സാഹചര്യങ്ങളും ഒന്ന് ചിന്തിക്കുക. ഒരു തമാശയായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് അതെടുക്കാതിരിക്കുക. ചുമ്മാ നമ്മൾ ലൈക്കും ഷെയറും ചെയ്യുമ്പോൾ ന്യൂസ് ചാനൽസിനും ക്യാമറയായിട്ട് ഒരു ഫോണുമായിട്ട് നടക്കുന്ന ഏതൊരാൾക്കും ഇതൊരു ന്യൂസ് വാല്യൂ ഉള്ള ഒരു ഐറ്റമായിട്ട് തോന്നും. അവരിത് വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ജേർണലിസം എന്ന് പറഞ്ഞാൽ എന്തും ഏതും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ പോസ്റ്റ് ചെയ്യുക എന്നല്ലല്ലോ. എല്ലാം ഒരു സെൻസേഷനാക്കി മാറ്റാതിരിക്കുക. നമ്മൾ എന്താണ് കാണുന്നത്, നമ്മൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്, നമ്മൾ എന്തിനാണ് കമൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കമൻറ്റ് ചെയ്യുന്നത്, ദിസ് ഓൾ മാറ്റേഴ്സ്. നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവുക. റെസ്പോൺസിബിൾ ജേർണലിസം എന്ന് പറയുമ്പോൾ നമ്മളൊരു ന്യൂസ് കേട്ടു, ആ ന്യൂസ് നമ്മൾ പബ്ലിക്കിലോട്ട് വിടുകയാണ്. ഇതിൽ എന്തോരം ഇൻഫർമേഷൻ പബ്ലിക്കിന് അറിയേണ്ട ആവശ്യമുണ്ട്. ഈ ആൾ വെളിയിലിറങ്ങി നടന്നാൽ ത്രെറ്റ് ടു ദ സൊസൈറ്റി ആണോ? ഒരു റേപ്പിസ്റ്റിനെയോ മേർഡറെയോ കാണുന്നത് പോലെ ഒരു കട്ടിൽ മോഷ്ടിച്ചൊരു പയ്യനെ കാണേണ്ട ആവശ്യമുണ്ട്? ഒരു സൊസൈറ്റിക്ക് വലിയൊരു ത്രെറ്റാണോ ഇയാൾ? അതിനും വീണ്ടും റെസ്പോൺസ് ഇയാൾ അർഹിക്കുന്നുണ്ടോ? ഇയാളുടെ ശിക്ഷ എന്തോരം വരും? ഇയാളുടെ എന്തോരം ഇൻഫർമേഷൻസ് പബ്ലിക്കിന് അറിയേണ്ട ആവശ്യമുണ്ട്? ഇയാളുടെ കുടുംബക്കാരെ മുഴുവൻ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അവരായിരിക്കുമോ അതിനുള്ള റെസ്പോൺസിബിൾ പേഴ്സൺ? അതോ ഇത് ശരിയാണെന്ന് കംപ്ലീറ്റ്ലി ഉറപ്പാണോ? ഇത് പിന്നീട് തെളിവുകൾ മാറി വരുമ്പോൾ ഇയാളല്ല ആക്ച്വലി കുറ്റവാളി, ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു എന്ന് നിങ്ങൾക്കിനി തോന്നാൻ സാധ്യതയുണ്ടോ? ഇതെല്ലാം ആലോചിക്കണ്ടേ? ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത് പബ്ലിക് സേഫ്റ്റിയെ കരുതിയാണോ അതോ
ക്യൂരിയോസിറ്റി കൂട്ടാൻ ജസ്റ്റ് ഒരു സെൻസേഷന് വേണ്ടിയാണോ? അത് ന്യൂസ് ചാനൽസ് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഒരു മെസ്സേജ് യങ്സ്റ്റേഴ്സിനോടാണ്. നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുക. ക്ഷമ ചോദിക്കേണ്ടടുത്ത് ക്ഷമ ചോദിക്കുക, ശിക്ഷ അനുഭവിക്കേണ്ടടുത്ത് ശിക്ഷ അനുഭവിക്കുക. നിങ്ങൾക്ക് നന്നാവാൻ പറ്റും, റിപ്പയർ ചെയ്യാം. അതിന് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ഷമ ചോദിക്കാം. നിങ്ങൾക്ക് ഒരു ബെറ്റർ പേഴ്സൺ ആവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് നിങ്ങളെ തെറ്റായ രീതിയിൽ ആരെങ്കിലും ജഡ്ജ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അവസരമുണ്ട്. ട്രൈ ചെയ്യുക. ആൻഡ് അതിൻ്റെ പേരിൽ നിങ്ങൾ എല്ലാവരും കുറ്റപ്പെടുത്തി ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന പേരിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് വിഷമിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല. ആസ് എ സൊസൈറ്റി നമ്മൾ അക്കൗണ്ടബിലിറ്റിയും പബ്ലിക് ഷെയ്മിങ്ങിനെയും തിരിച്ചറിയാൻ പറ്റണം. ജസ്റ്റിസും എൻ്റർടൈൻമെൻറ്റും ഒന്നല്ല, കോൺസിക്വൻസസും ക്യാരക്ടർ അസാസിനേഷനും ഒന്നല്ല. ഇതെല്ലാം രണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ ഹെഡ്ലൈൻ വേറെ ഒരാളെക്കുറിച്ചാണെങ്കിൽ നാളെ അത് നമ്മൾ ഓരോരുത്തരും ആവാം. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം വാർത്തകളോട് പ്രതികരിക്കാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. താങ്ക് യു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.